ഒരാശയ്ക്കും വകയില്ലാതെ സെക്രട്ടേറിയറ്റിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 34 ദിവസം പിന്നിടുന്നു. ഇന്നും നിരവധി സംഘടനകൾ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി എത്തി. ഫെബ്രുവരി 10 ആരംഭിച്ച ആശാവർക്കർമാരുടെ സമരം ഇന്ന് 34 ദിവസത്തിലേക്ക് കടന്നു. നിരവധി സംഘടനകളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി എത്തി. അടിമകളല്ല, അടിയാളല്ല, അടിമകളല്ല, അടിയാളല്ല, ഇനിമേൽ അടിമപ്പണി ചെയ്യാൻ, ആശാവർക്കർമാരുടെ സമരം അങ്ങേയറ്റം നീതിയുക്തമാണെന്ന് കവയിത്രിയും വിവർത്തകയുമായ റോസ്മേരി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പറഞ്ഞു. സർക്കാരിന് മനസ്സലിവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ആശാവർക്കറുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും പരിഹാരം കാണണമെന്നും റോസ്മേരി പറഞ്ഞു. ആശാമാരുടെ സമരത്തിന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണയ്ക്കുകയാണ്. കാരണം അങ്ങേയറ്റം നീതിയുക്തമാണ് ഇവരുടെ ഡിമാൻഡുകൾ. നിങ്ങൾക്കറിയാമല്ലോ, കോവിഡ് കാലത്തും നിപ്പ വൈറസ് കാലത്തും പ്രളയകാലത്തും ഒക്കെ ഇവർ അഹോരാത്രം പണിയെടുത്തു. നമ്മുടെ ജനജീവിതം സുഗമമാക്കാൻ വേണ്ടി ഇവർ വീടൊക്കെ വെടിഞ്ഞ് എത്ര നിസ്വാർത്ഥരായാണ് ജോലി ചെയ്ത്. അന്നൊക്കെ നമ്മളിവരെ മാലാഹമാരെന്നും ദേവദൂതികളെന്നൊക്കെ വാഴ്ത്തുകയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ജീവിതം നേരെയായപ്പോൾ അവരെ എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നത്. എനിക്ക് ഏറ്റവും സങ്കടം, തൊഴിലാളികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിന് എങ്ങനെ ഇവരുടെ ഈ വിഷമങ്ങളെ, ഈ ദൈന്യതകളെ കണ്ടില്ലെന്ന് നടിക്കാനാവും. ഇവരുടെ ഈ ജീവിതം ഞാൻ കാണുകയായിരുന്നു. നമ്മളൊക്കെയും എല്ലാ സൗകര്യങ്ങളോടും കൂടി വീടുകളിൽ അന്തി ഉറങ്ങുമ്പോൾ മഴയും വെയിലും മഞ്ഞും ഒക്കെ വകവെക്കാതെ ഇവരിങ്ങനെ പോരാടുകയായിരുന്നു. അത് ഒരു സർക്കാരിന് കുറച്ചെങ്കിലും മനസ്സലിവുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ അതേക്കുറിച്ചൊരു ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടം വന്നത് ഇവരെ പരിഗണിക്കുന്നതിന് പകരം മന്ത്രിമാരും ജനനേതാക്കളുമൊക്കെ ഇവരെ പരിഹസിക്കുകയും അപഹാസ്യ വചനങ്ങൾ ഇവർക്ക് നേരെ ചൊരിയുകയൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റ ഹൃദയശൂന്യമാണത്. അതേസമയം സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു പറഞ്ഞു. സർക്കാരിനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടിലാക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും ബിന്ദു പറഞ്ഞു. സമരം സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും, പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അതുകൊണ്ട് നമ്മുടെ സമരം തുടരുകയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത്. സർക്കാരിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിലാക്കുന്ന ആവശ്യങ്ങളല്ല നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വരും, പരിഹരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ്. എന്നാൽ EP ജയരാജന്റെ ആക്ഷേപത്തിന് ബിന്ദുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള തലമുതിർന്ന നേതാക്കളെ പറയുന്നത് നമ്മൾ എന്ത് പറയാനാണ്? ഇത് തുടക്കം മുതൽ തന്നെ ഇവരെല്ലാവരും പറയുന്നതാണ്. അദ്ദേഹം പറയാൻ ഇച്ചിരി താമസിച്ചു പോയെന്നേ ഉള്ളൂ. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ബോധമില്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരോ ഒന്നും അല്ലല്ലോ. നമ്മൾ വളരെ ചിന്തിച്ചുറച്ചിട്ട് തന്നെയാണ് സമരത്തിന് വന്നിരിക്കുന്നത്. ആരെങ്കിലും കുത്തിയിളക്കിയാൽ പോകുന്ന ആളുകളാണ് എന്നുള്ള ഇല്ലല്ലോ. എല്ലാവർക്കും കേരളം രാഷ്ട്രീയം ഉള്ള സംസ്ഥാനമല്ലേ. എല്ലാവർക്കും നല്ല രാഷ്ട്രീയ ബോധമുണ്ട്, എന്താണ് ചെയ്യുന്നതെന്ന് നല്ല ബോധമൊക്കെ ഉണ്ട്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് തീർച്ചയായും ആ ജനാധിപത്യ ഗവൺമെന്റിന് മുന്നിൽ വരുന്ന ആവലാതികളെ കേൾക്കാനും പരിഗണിക്കാനും പരിഹരിക്കാനും ശ്രമം ഉണ്ടാകണമെന്ന് മിനി പറഞ്ഞു. കടുത്ത വേനൽക്കാലത്താണ് സമരം ചെയ്യുന്നത്. വീടിൻ്റെ വളരെ വലിയ ഉത്തരവാദിത്തമുള്ള അമ്മമാരാണ് ഇവിടെ സമരം ചെയ്യുന്നത്. മക്കളുടെ പരീക്ഷാക്കാലമാണ്, നോയമ്പ് കാലമാണ്, മഴയും വേനലും ഒക്കെ ഇങ്ങനെ ഏറ്റിരിക്കുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് തീർച്ചയായും ആ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആവലാതികളുമായി വരുന്ന ആളുകളെ കേൾക്കുവാനും അത് പരിഗണിക്കുവാനും അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടാവണം. പക്ഷേ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുന്നില്ല. അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ ഈ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. മറ്റന്നാൾ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട്, വനിതകൾ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് സമരം കടുത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പരിഹസിക്കാനും പുച്ഛിക്കാനും അശ്ലീലം പറയാനും വീണ്ടും വീണ്ടും മുതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും EP ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മിനി പറഞ്ഞു. ഞങ്ങൾക്കതാണ് മനസ്സിലാകാത്തത്. കാരണം തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവർ ഞങ്ങളുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു, അവഗണിക്കുന്നു ഒക്കെയാണ്. പക്ഷേ അതോടൊപ്പം പരിഹസിക്കാനും പുച്ഛിക്കാനും ആക്ഷേപിക്കാനും
അശ്ലീലം പറയാനും ഒക്കെ വീണ്ടും വീണ്ടും മുതിരുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇന്നിപ്പോൾ ആ മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ പറയുന്നത് അനാവശ്യമാണെന്ന്. 232 രൂപ വാങ്ങുന്ന ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്യാവശ്യമുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇടതുമുന്നണിയുടെ ആളുകളൊക്കെ വലിയ വലിയ ആളുകളായി മാറിക്കഴിഞ്ഞു. അവരിപ്പോൾ വലിയ നേതാക്കളായി കഴിഞ്ഞു, വലിയ സമ്പത്തുള്ള ആളുകളായി കഴിഞ്ഞപ്പോൾ അവർക്കിത് അനാവശ്യമായിരിക്കാം. പറഞ്ഞാൽ തെറ്റില്ല. ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യ സമരമാണ്. പക്ഷേ 26,000 ആശാവർക്കർമാരെ സംബന്ധിച്ചത് വളരെ അത്യാവശ്യമായ സമരമാണ്. ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. യങ് ഫൈ ന്യൂസ്, തിരുവനന്തപുരം.